ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുവാണ്. യെസ്, മറന്നിട്ടില്ലെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. ഗെയിമർ റജീം ഫാമിലിയിലേക്ക് സ്വാഗതം. സോ ഞാൻ നമ്മുടെ ഇളയ തളപ്പത്തി വിജയുടെ ദ ഗോട്ട്, മൈ ഗോഡ്, ദ ഗോട്ട് കണ്ടിരിക്കുകയാണ് ഗൈസ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. കണ്ടിട്ട് ഇന്നലെ രാത്രിയാണ് കണ്ടത്. ഇന്നലത്തെ നൈറ്റ് ഷോയ്ക്ക് കണ്ടു കഴിഞ്ഞു. ഓ മൈ ഗോഡ്, എന്താടാ പണി വെച്ചിരിക്കുക വെങ്കട് പ്രഭു. അങ്ങനത്തെ ഒരു ഫീലാ ഗൈസ്. ഇങ്ങനെയൊക്കെ പടം എടുക്കാൻ പറ്റുമോ? ലൈക്ക് അല്ലെങ്കിൽ അത് സ്പൂഫായിട്ട് നമ്മൾ ഇറക്കണം. സ്പൂഫ് എന്ന് പറഞ്ഞ് ഇറക്കണം. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്, മറ്റതുണ്ട്, എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറക്കി. എനിക്കൊന്നും തോന്നിയില്ല. യൂഷ്വൽ ഒരു 10-15 വർഷമായിട്ട് നമ്മളെ വിജയ് തന്നെ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് വച്ചിട്ട് അതേപോലത്തെ എന്താ പാസം, അച്ഛൻ മകൻ പാസം, ഭാര്യ ഭർത്താവ് പാസം, മറ്റേ പാസം, ഫ്രണ്ട്ഷിപ്പ് പാസം, ഇതൊക്കെ തന്നെയാ. എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഒരു പടം ലൈക്ക് വിജയ് എഴുതിയ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കത്തില്ലേ? നമ്മൾ ഈ തമിഴ് പടം 2 ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ മരിച്ചു കിടക്കുമ്പോൾ ഒരു പാട്ട് വരുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അതേപോലൊക്കെ എടുത്ത് വച്ചിരിക്കുകയെന്നേ. എന്താ പറയുക ഇങ്ങനെയൊക്കെ. ഇത് എൻ്റെ ഞാൻ ലൈക്ക് ഫോണിലാണ് ഇതിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഓഡിയോ മേ ബി സറൗണ്ടിങ്സ് വോയിസൊക്കെ ചിലപ്പോൾ നല്ല വൃത്തിയായിട്ട് ഹൈ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പടം എനിക്കിഷ്ടപ്പെട്ടില്ല, ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ലൈക്ക് വേണമെങ്കിൽ 1 ടൈം ആയിട്ട് ചുമ്മാ പോയി എൻജോയ് ചെയ്ത് കാണാം. ഇത്രേ ഉള്ളൂ. പൈസ ഉണ്ടെങ്കിൽ പോയി കാണുക, ഇല്ലെങ്കിൽ കണ്ടിട്ട് ഒരു കാര്യമില്ല. കാര്യം വളരെ എന്താ പറയുക, വളരെ യൂഷ്വൽ സ്റ്റഫായിട്ടുള്ള സ്റ്റോറീസാണ്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നല്ലതായിരുന്നു. പുള്ളിയുടെ ടൈറ്റിൽ കാർഡ്, പുള്ളിയുടെ ഇൻട്രോ, അതൊക്കെ നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ടോട്ടലി ഡിഫറെൻറ്റ്, ടോട്ടലി ലൈക്ക് എന്താ പറയുക, ഇതൊക്കെ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിയോ ഒക്കെ എന്നാ റേഞ്ചാണെന്നറിയോ? ഭയങ്കര റേഞ്ചായിപ്പോയി. ഇതിപ്പോൾ ഒരു മണ്ണാങ്കട്ടയില്ല, ഭയങ്കര ബോറായിട്ടുണ്ട് പടം. സോ എന്താ പറയുക, ഇതൊക്കെ തന്നെയാണ് പടം. വെങ്കട് പ്രഭുവിൻ്റെ ഇത്, പിന്നെ എന്താ പറയുക, സ്റ്റോറി ആൻഡ് ഡയറക്ടഡ് ബൈ വെങ്കട് പ്രഭു. പിന്നെ നമ്മുടെ എന്താ പറയുക, പ്രഭുദേവ ഉണ്ട്, മറ്റേ പുള്ളിയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ടും ഒരു ഇങ്ങോട്ട് മെനയാവുന്നില്ല. പണ്ടത്തെ കുറേ വിജയ സിനിമകളുടെ ഇത് റെഫറൻസ് വെച്ചിട്ട് അങ്ങ് എടുത്തിരിക്കുന്ന, പിന്നെ എന്താ പറയുക, നമ്മൾ അജിത്ത് അവരുടെയൊക്കെ മറ്റേ മങ്കാത്തയുടെ ഒക്കെ റെഫറൻസ് വെച്ചിട്ട് അങ്ങ് എടുത്തിരിക്കുക പടം. ഇത് ഞാൻ സ്പോയിലർ ആക്കുകയല്ല, പക്ഷേ യൂഷ്വലി ഇപ്പം തന്നെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പൈസ ഉണ്ടെങ്കിൽ പോയി കാണും. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കളയാൻ പറ്റുമെങ്കിൽ പോയി കാണും. അത്രേ ഉള്ളൂ പടം. അല്ലാതെ ഒരുപാടൊന്നും നമ്മൾ ചിന്തിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. ഞാൻ തന്നെ ഈ റിവ്യൂസ് കണ്ടിട്ടാണ് പോയത് തന്നെ. പക്ഷെ ഒന്നുമില്ല. ഇതിപ്പോൾ സറൗണ്ടിങ്സ് എയറൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിഞ്ഞൂട. പക്ഷേ എനിവേ, ഞാൻ ഈ പടം കണ്ടത് എല്ലാ റിവ്യൂസും കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ പോയി കണ്ടത്. പക്ഷെ ആ പ്രതീക്ഷയില്ലായ്മ നല്ലതായി. പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ മൂഞ്ചി പോയാൽ. അത്രയ്ക്ക് ലൈക്ക് അവസാനത്തെ നിങ്ങൾ ആ ട്രെയിലർ കണ്ടില്ലേ, ആ സ്റ്റേഡിയത്തിലൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും റിയലിസ്റ്റിക് അല്ല. തന്നെ ഒട്ടുമേ റിയലിസ്റ്റിക് അല്ല. ആ എന്താ പറയുക, നമ്മളെ ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാണിച്ചിട്ട് ചെപ്പോക്ക് സ്റ്റേഡിയം എന്ന് പറഞ്ഞ് കാണിക്കുക. അതുകൊണ്ട് ഞാൻ ചെപ്പോക്ക് ആക്കാൻ വേണ്ടി ഫുള്ളി VFX ലാസ്റ്റിലത്തെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ അച്ഛൻ ലൈക്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അച്ഛൻ ക്യാരക്ടറാണ്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ മോൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടെ സൈക്കോ കൂടെ ഉൾപ്പെടുത്തിയിട്ട് എന്തോ ലൈക്ക് സൈക്കോ ക്യാരക്ടർ പോലെ ആക്കി വച്ചിരിക്കുകയാണോ എന്ന് ഡൗട്ടുണ്ട്. കാര്യം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ ഒട്ടും കൊള്ളത്തില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ഭയങ്കര സ്പോയിലറായിപ്പോയല്ലേ, സോറി. എനിവേ, എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത്രേ ഉള്ളൂ. പോയി പടം കാണണമെങ്കിൽ കണ്ടോളൂ, ഒരു കുഴപ്പമില്ല.
ചുമ്മാ നോർമലി ഒരു ആസ് എ വിജയ് പടം, ഒരു തമിഴ് പടം കാണുവാണെങ്കിൽ പോയി കണ്ടോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ ഒട്ടുമില്ല കേട്ടോ, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. നോർമലി പോവാം. ഫസ്റ്റ് ഹാഫ് ബോറ്, സെക്കൻഡ് ഹാഫ് നല്ല ബോറ്. ചുമ്മാ പാട്ടുകളൊക്കെ യുവൻ ശങ്കർ രാജനൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നീ ചെയ്യടാ, ഇത് എനിക്ക് ഇവിടെ പാട്ട് കയറ്റിയാലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഇതിൽ പാട്ടുകളൊക്കെ ചുമ്മാ കുത്തിക്കയറ്റിയിരിക്കുന്നത്. ഒരു കാര്യമില്ല. സോ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ടാറ്റാ.